ന്യൂസ് 16 കേരള. അജിബ ജിദ്ദ റിസാലത്തുന്നബി സമ്മേളനം സംഘടിപ്പിച്ചു. പ്രവാചകൻ കാണിച്ചു തന്ന പാത പിന്തുടരാൻ നാം തയ്യാറാകണം. ടി.എ. മുഹമ്മദ് ബിലാൽ. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും മറ്റും നാം പറയുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന ജീവിതചര്യ ശരിയായ രീതിയിൽ പിന്തുടരാൻ നാം തയ്യാറാകുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി മാറുകയുള്ളൂവെന്നും നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ശാശ്വത പരിഹാരം പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിലേക്ക് മടങ്ങലാണെന്ന് മുഹമ്മദ് ബിലാൽ സാഹിബ് പ്രവാചകനിലേക്ക് മടങ്ങുക, മാനവ സൗഹൃദത്തിന്റെ വെളിച്ചം തെളിക്കുക എന്ന പ്രമേയത്തെ ആസ്പദമാക്കി അൽ അൽവാർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അജിബ സംസ്ഥാന വ്യാപകമായും GCC തലത്തിലും സംഘടിപ്പിച്ചു വരുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന റിസാലത്തുന്നബി ക്യാമ്പയിന്റെ ജിദ്ദതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ മതപണ്ഡിതനും കേരളത്തിലെ നിരവധി ആത്മീയ സദസ്സുകളിലെ നിറസാന്നിധ്യവുമായ പെരിങ്ങാട് ഉസ്താദ് അബു മുഹമ്മദ് ഇദ്രീസ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാചക സ്നേഹത്തിലൂടെ ആത്മാവിനെ സംസ്കരിക്കണമെന്നും മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ശാശ്വത പരിഹാരം പ്രവാചകൻ കാണിച്ചു തന്ന മാർഗത്തിലേക്ക് മടങ്ങലാണെന്നും അദ്ദേഹം സദസ്സിനെ ഉണർത്തി. തുടർന്ന് ഭക്തിസാന്ദ്രമായി പ്രവാചക കീർത്തനവും പ്രാർത്ഥനയും അദ്ദേഹം നിർവഹിച്ചു. ജിദ്ദ ഘടകം പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് കാശിഫിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സക്കീർ ബാഖവിയുടെ ഖിറാഅത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ നജീബ് ഭീമാപ്പള്ളി സ്വാഗത പ്രസംഗം നടത്തി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജിദ്ദ ഘടകം മദീന പഠന സന്ദർശന യാത്ര, നാട്ടിൽ റിലീഫ്, സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. ജിദ്ദ ഘടകം രക്ഷാധികാരി ഷറഫുദ്ദീൻ ബാഖവി ചുങ്കപ്പാറ, ഗ്ലോബൽ കമ്മിറ്റി അംഗം നസീറുദ്ദീൻ ഫൈസി പൂളനാട്, PCF പ്രതിനിധി അബ്ദുൽ കരീം മഞ്ചേരി എന്നിവർ സംസാരിച്ചു. പെരിങ്ങാട് ഉസ്താദിനെ ജോയിന്റ് സെക്രട്ടറി മസൂദ് മൗലവി ബാലരാമപുരവും മുഹമ്മദ് ബിലാലിനെ സെക്രട്ടറി ബക്കർ സിദ്ദീഖ് നാട്ടുകലും കമ്മിറ്റിക്ക് വേണ്ടി ഷോൾ അണിയിച്ചാദരിച്ചു. മറ്റ് ഭാരവാഹികളായ അനീസ് കൊടുങ്ങല്ലൂർ, നൌഷാദ് ഉച്ചിറ, അബ്ദുൽ ലത്തീഫ് മൗലവി കറ്റാനം, ഇർഷാദ് ആറാട്ടുപുഴ, അൻവർ സാദത്ത് മലപ്പുറം എന്നിവർ നേതൃത്വം നൽകി. റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി, ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.